ഗീതാ ഗോവിന്ദം നമ്മുടെ ഗീതു നല്ല 8ന്റെ പണി തന്നെ കൊടുത്തിട്ട് നമ്മുടെ വരുണ് വേറെ ഒന്നുമല്ല, നമ്മുടെ തെളിവുകൾ സഹിതം നമ്മുടെ സുവർണയും വരുണിനെയും നമ്മുടെ രേഖയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഗീതു ഇങ്ങനെ എന്താ പറയുക കാട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വരുണിൻ്റെ ആ ഒരു ലീലാവിലാസങ്ങൾ, നമ്മുടെ രേഖ വന്ന് വാതിലിൽ മുട്ടുമ്പോൾ നമ്മുടെ വരുണും സുവർണയും വന്ന് വാതിൽ തുറക്കുന്നതും ഇതൊക്കെ നമ്മുടെ ഗീതു നമ്മുടെ ഫോണിലെ ക്യാമറയിൽ പകർത്തുന്നുമുണ്ട് കേട്ടോ, നമ്മുടെ ഗോവിന്ദിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പിന്നീട് നമ്മുടെ രേഖ നമ്മുടെ സുവർണയിട്ട് എന്താ പറയുക എടുത്തിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ ഇങ്ങനെ ചൂടായി കയറുമ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ശബ്ദത്തിന് മേൽ നിൻ്റെ ശബ്ദത്തോട് ഒരിക്കലും ഉയരരുതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട്. ഭയങ്കര മാസ് സീനുകളാട്ടോ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ സുവർണ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ രാധികാമ്മയെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ശിവരഞ്ജനിയുടെ അമ്മ പാട്ടുകാരി വിജയലക്ഷ്മിയാണ്. കാരണം അത് നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡിൽ നമ്മുടെ ഗോവിന്ദാണ് നമ്മുടെ ശിവരഞ്ജനിയെ കൊണ്ടുപോയിട്ടുള്ളതെങ്കിലും പക്ഷേ അതിലിങ്ങനെ മദറിൻ്റെ സ്ഥാനത്ത് നമ്മുടെ വിജയലക്ഷ്മി പാട്ടുകാരി വിജയലക്ഷ്മിയുടെ പേരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപാടെ നമ്മുടെ രാധികാമ്മയ്ക്ക് സകല കൺട്രോളും പോയി. ഈശ്വര, അവളും തിരികെ എത്തിയോ എന്നാൽ നമ്മുടെ ശിവരഞ്ജിനി എന്ന് പറയുമ്പോൾ അപ്പോൾ മുഖ്യ ശത്രുവായി നമ്മുടെ വിജയലക്ഷ്മിയുടെ മകളെന്ന് അറിയുമ്പോഴുള്ള ഒരു എന്താ പറയുക, അവളെ ഇല്ലാതാക്കാൻ തന്നെയായിരിക്കും ഇനി നമ്മുടെ രാധികാമ്മയുടെ ലക്ഷ്യം. പക്ഷെ അവളെ അടക്കി പിടിക്കാനാണ് നമ്മുടെ ഗോവിന്ദിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു മത്സരം എന്താ പറയുക, നമ്മുടെ രാധികാമ്മ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നറിയുമ്പോഴുള്ള നമ്മുടെ ഗോവിന്ദിൻ്റെ പ്രതികരണം എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ശേഷം നമ്മുടെ ഗീതു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞാനും കാനഡയിൽ പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുക്കുമെന്ന് നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ആരാടി കാനഡയിലുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എൻ്റെ കെട്ടിയും പിന്നെ കാനഡയിൽ പോകുമ്പോൾ ഞാനും പോകണ്ടായോ, ഞാനൊരു ഉത്തമയായ ഭാര്യയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നാണത്തോടുകൂടി ചിരിക്കുന്നൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഗോവിന്ദും ഗീതുവും ആ ഒരു എന്താ പറയുക മനസ്സുകൊണ്ട് തന്നെ അടുത്ത് കഴിഞ്ഞു. ഇനി അവർ തമ്മിലുള്ള ആ ഒരു മുഹൂർത്തങ്ങൾക്ക് വേണ്ടിയാണ് പ്രേക്ഷകർ കട്ട വെയിറ്റിങ്ങിലുള്ളത്. അപ്പോൾ എന്തായാലും അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.